ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ചാർട്ടേഡ് വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവിട്ട് ഡിജിസിഎ. അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചാർട്ടേഡ് വിമാനങ്ങളിൽ പരിശോധന നടത്തുവാൻ ഉത്തരവിട്ട് ഡിജിസിഎ. ഫെബ്രുവരി 15-നകം റിപ്പോർട്ട് നൽകണം. ബാരാമതി ദുരന്തത്തിൽപ്പെട്ട വിഎസ്ആർ കമ്പനിയിൽ പ്രത്യേക സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. മറ്റ് കമ്പനികളിലും ഫെബ്രുവരി 25 സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാകും. രോഹിത് പവാറിന്റെ വാർത്താസമ്മേളനത്തിന് പിന്നാലെയാണ് ഡിജിസിഎയുടെ നിർണായകമായ തീരുമാനം. എഐ ഉള്ളടക്കം പ്രത്യേകം രേഖപ്പെടുത്തണം. ഐടി നിയമം ഭേദഗതി ചെയ്ത് കേന്ദ്രം. സാമൂഹ്യ മാധ്യമങ്ങളിൽ പിടിമുറുക്കി കേന്ദ്രം. എഐ ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം തടയുവാൻ നിയമങ്ങൾ കർശനമാക്കി. നിയമവിരുദ്ധമെന്ന് സർക്കാർ സംവിധാനങ്ങൾ പറയുന്ന ഉള്ളടക്കം നീക്കം ചെയ്യുവാനുള്ള സാവകാശം വെട്ടിക്കുറച്ചും എഐ നിർമ്മിത ഉള്ളടക്കത്തിനടക്കം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയും 2021 ഐടി നിയമം ഭേദഗതി ചെയ്ത് ഉത്തരവിറക്കി. നേരത്തെ തന്നെ എഐ ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് കേന്ദ്രം ഐടി നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്നത്. പുതിയ നിയമപ്രകാരം കൃത്രിമമായി നിർമ്മിച്ച ഉള്ളടക്കങ്ങളിൽ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തണം. സമൂഹമാധ്യമങ്ങളിൽ കൃത്രിമ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഉപയോക്താവ് പ്രസ്താവന നൽകണം. ആധികാരികത ഉറപ്പാക്കുവാൻ ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കണം. പുതിയ ഭേദഗതികൾ ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. രൺവീർ സിംഗിന് ഭീഷണി. കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ടു. നടന്റെ വീടിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. ബോളിവുഡ് താരം രൺവീർ സിംഗിന് ഭീഷണി. വാട്സാപ്പ് സന്ദേശം വഴിയാണ് ഭീഷണി. കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ടാണ് ഭീഷണി സന്ദേശം. താരം മുംബൈ പോലീസിൽ വിവരമറിയിച്ചു. പിന്നാലെ അദ്ദേഹത്തിന്റെ വസതിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ലോറൻസ് ബിഷ്നോയ് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വോയിസ് നോട്ട് അയച്ച ആളെ കണ്ടെത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അവസാന നിമിഷം പൈലറ്റിനെ മാറ്റി. ടേബിൾ ടോപ്പ് റൺവേ തിരഞ്ഞെടുത്തു. അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചന ആരോപിച്ച് അനന്തരവൻ. എൻസിപി നേതാവ് അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചന ആരോപിച്ച് അനന്തരവൻ രോഹിത് പവാർ അവസാന നിമിഷം മദ്യപാനിയായ പൈലറ്റിനെ നിയമിച്ചതും ടേബിൾ ടോപ്പ് റൺവേ തിരഞ്ഞെടുത്തതും ഈ ഗൂഢാലോചനയുടെ ഭാഗം എന്നാണ് ആരോപണം. കിഴക്കൻ വിദർഭയിലെ ഒരു നേതാവിനായാണ് ബാരാമതി യാത്ര 30-ാം തീയതിയിലേക്ക് മാറ്റിയതെന്ന് കൂടി രോഹിത് പവാർ വെളിപ്പെടുത്തി. അക്കമിട്ട സംശയങ്ങളാണ് ഗൂഢാലോചന ആരോപിക്കുവാൻ രോഹിത് പവാർ മുന്നോട്ട് വച്ചത്. വിമാനം 1 മണിക്കൂറോളം വൈകിയാണ് മുംബൈയിൽ നിന്നും പുറപ്പെട്ടത്. ഈ സമയം നേരത്തെ നിശ്ചയിച്ച 2 പൈലറ്റുമാരെയും മാറ്റി. പൈലറ്റുമാരിൽ ഒരാൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടെന്നാണ് കാരണം പറഞ്ഞത്. പുലർച്ചെ എവിടെയാണ് ഗതാഗതക്കുരുക്ക്? ഒരാൾ വൈകിയതിന് എന്തിന് 2 പൈലറ്റുമാരെയും മാറ്റി? മാറി വന്ന പൈലറ്റ് സുമിത് കപൂർ മദ്യപിച്ച് വിമാനം പറത്തിയതിന് വിലക്ക് നേരിട്ടയാളാണ്. കടുത്ത മദ്യപാനി എന്ന് തെളിയിക്കുന്ന വിമാന കമ്പനിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റും രോഹിത് പവാർ പങ്കുവച്ചു. 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചേക്കും. പ്രതിരോധ മേഖലയിൽ ഏറ്റവും വലിയ കരാറിൽ ഏർപ്പെടുവാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ 3.25 ലക്ഷം കോടി രൂപയ്ക്കാണ് വാങ്ങുവാൻ തീരുമാനം. കരാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ സമിതി ഈ ആഴ്ച അനുമതി നൽകും എന്നാണ് വിവരം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഈ മാസം 17-ന് ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപായി തന്നെ യുദ്ധവിമാനം വാങ്ങുവാനുള്ള അന്തിമ അനുമതി നൽകും എന്നാണ് വിവരം. 18ഓളം യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി നിർമ്മിച്ച് ഫ്രാൻസ് ഇന്ത്യയ്ക്ക് കൈമാറും. ബാക്കിയുള്ള ഭൂരിപക്ഷം യുദ്ധവിമാനങ്ങളുടെ 60% നിർമ്മാണം ഇന്ത്യയിലായിരിക്കും നടക്കുക. ഈ കരാറിലൂടെ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് റഫാൽ യുദ്ധവിമാനങ്ങളുടെ പുതിയ F4 പതിപ്പാണ്. ഒരേ സമയം വ്യോമാക്രമണം, പ്രതിരോധം, നിരീക്ഷണം, ആണവായുധ വിന്യാസം തുടങ്ങിയ ഒന്നിലധികം ദൌത്യങ്ങൾ നിർവഹിക്കുവാൻ ഈ യുദ്ധവിമാനത്തിന് സാധിക്കും. സാറ്റലൈറ്റ് ആശയവിനിമയ ലിങ്കുകൾ, സോഫ്റ്റ്വെയർ അധിഷ്ഠിത റേഡിയോകൾ എന്നിവ വഴി മറ്റ് വിമാനങ്ങളുമായും കമാൻഡ് നെറ്റ്വർക്കുകളുമായും തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുമെന്നതും ഈ യുദ്ധവിമാനങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മണിപ്പൂരിൽ സംഘർഷം. മേഖലയിൽ കർഫ്യൂ. ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിരോധനം. മണിപ്പൂരിൽ കുക്കി തെങ്ഖുൽ നാഗ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. 50ഓളം വീടുകൾ തീയിട്ട് നശിപ്പിച്ചു. വെടിവയ്പുണ്ടായതായും റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിരോധനമുണ്ട്. മണിപ്പൂർ ഉഖ്രുലിലാണ് വീണ്ടും കുക്കി തെങ്ഖുൽ നാഗ വിഭാഗങ്ങൾ തമ്മിൽ
ഏറ്റുമുട്ടിയത്. നിരവധി വീടുകൾക്ക് തീയിട്ടു. സംഘർഷത്തെ തുടർന്ന് ഉക്രുലിയിൽ നിന്നും നിരവധി പേർ സമീപമുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി. സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷപരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയെ തുടർന്നാണ് നടപടി. വിൽപ്പന നടത്തിയിട്ടില്ല. പുസ്തക വിവാദത്തിൽ പ്രസാധകരുടെ വിശദീകരണം പങ്കുവച്ച എം നരവന. പുസ്തക വിവാദത്തിൽ പ്രസാധകരുടെ വിശദീകരണം പങ്കുവച്ച എം നരവനെ. പുസ്തക വിവാദത്തിൽ പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൌസ് ഇന്ത്യയുടെ എക്സ്പോസ്റ്റ് പങ്കുവച്ച കരസേന മുൻ മേധാവി ജനറൽ എം നരവനെ. അംഗീകാരമില്ലാത്ത പുസ്തകത്തിന്റെ പകർപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടോ വിൽപ്പന നടത്തിയിട്ടോ ഇല്ലെന്ന വിശദീകരണമാണ് പങ്കുവച്ചത്. ആത്മകഥയുമായി ബന്ധപ്പെട്ട് നരവനയുടെ ആദ്യ പ്രതികരണമാണിത്. എന്നാൽ പുസ്തകം വാങ്ങിയത് ആമസോണിൽ നിന്നാണ് എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.